അയാളൊരു സൂപ്പർ ഹീറോ ആണോ അതോ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു കാന്തമാണോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരാളാണ് ക്രൊയേഷ്യൻ മ്യൂസിക് ടീച്ചറായ ഫ്രെയിൻ സെലാക്ക്. ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായി കൺസിഡർ ചെയ്യപ്പെടുന്ന ഫ്രെയിൻ സെലാക്കിൻ്റെ ഏറ്റവും ഭ്രാന്തമായ ഭാഗ്യപരമ്പരയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പാളം തെറ്റി കനത്ത ഇടിയോടുകൂടി നദിയിലേക്ക് തെറിച്ച് വൻ ദുരന്തം സൃഷ്ടിച്ച 1962 ട്രെയിൻ അപകടത്തിൽ ഫ്രെയിനും ഉൾപ്പെട്ടിരുന്നു. ട്രെയിനിലുണ്ടായിരുന്ന മറ്റ് 17ഓളം പേർ മരിച്ചപ്പോൾ ഫ്രെയിൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒരു വർഷത്തിന് ശേഷം നടന്ന കൊടും ഭീതി സൃഷ്ടിച്ച വിമാന സ്ഫോടനം. വായുവിൽ പൊട്ടിത്തെറിച്ച ആ വിമാനത്തിലുണ്ടായവരിൽ ഫ്രെയിൻ ഒഴികെ ബാക്കി എല്ലാവരും മരണം കൈവരിച്ചു. 1964 ഫ്രെയിൻ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ ബസ് പോയി ഇടിച്ച് തീപിടിച്ച് ഹൈ വോൾട്ടേജിൽ കത്തിപ്പടർന്ന് ബസ് നശിച്ച് ഉപയോഗശൂന്യമായിട്ടും അതിൽ നിന്നെല്ലാം ഫ്രെയിൻ രക്ഷപ്പെട്ടു. ഇതിനും പുറമെ 4ഓളം കാർ അപകടങ്ങളിലും ഫ്രെയിൻ സർവൈവ് ചെയ്തിരുന്നു. ഇതിൽ കാറിന് തീപിടിച്ച സംഭവമടക്കം വാഹനം ഓടിക്കുന്നതിനിടെ കാറിൻ്റെ ബ്രേക്ക് തകരാറിലായി അദ്ദേഹം ഒരു വലിയ പാറക്കെട്ടിലേക്ക് മറിഞ്ഞെങ്കിലും നിസ്സാര പരിക്കുകളോടെ അദ്ദേഹം അതിൽ നിന്നും സർവൈവ് ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടതായ മറ്റൊരു സംഗതി എന്തെന്ന് വെച്ചാൽ വെറും 1% മാത്രം സർവൈവിങ് സാധ്യതയുള്ള അപകടങ്ങളിൽ നിന്നാണ് ഫ്രെയിൻ ഉണർന്നെഴുന്നേറ്റ് വന്നത്. ഭാഗ്യത്തിൻ്റെ ഒരു റോളർ കോസ്റ്റർ റൈഡ് തന്നെ നടത്തിയ ഫ്രെയിൻ സാലക്കിന് 2003 $1 മില്യൺ ക്രൊയേഷ്യൻ ലോട്ടറിയും അടിച്ചിരുന്നു.